നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് വളരെ ആരോഗ്യപരമായിട്ട് ഏറ്റവും നമ്മുടെ ശരീരത്തിന് നല്ല ഉത്തമമായിട്ടുള്ള കാന്താരി മുളകിൻ്റെ ഇല വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളകിൻ്റെ ഇല പറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഈ കാന്താരി എന്ന് പറയുന്നത് ഒരല്പം വലിയ കാന്താരി മുളക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള ഇലയും കുറച്ച് വലുതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇലകളിങ്ങനെ പിച്ചി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളവും തോർന്നു പോയതിന് ശേഷം ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അടുക്കി എടുക്കണം. അപ്പോൾ അരിഞ്ഞെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഇലയിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മഴ സമയമൊക്കെ ആയതുകൊണ്ട് വല്ല പുഴുവോ കീടങ്ങളോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് നല്ലതുപോലെ നോക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടുക്കി എടുത്തിട്ട് നമുക്കൊരു ചോപ്പിംഗ് ബോർഡിലോ അല്ലെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അരിയാൻ അതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ഇതാ ഇപ്പോൾ ഇങ്ങനെ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏതാണോ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം തോന്നുന്നത് അതുപോലെ ചെയ്തെടുക്കുക. നമ്മളെ വിരലിൽ ഉറയൊക്കെ ഇട്ടിട്ട് അരിഞ്ഞെടുക്കാറില്ലേ, അങ്ങനെ ചെയ്യുമ്പം ചിലപ്പം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മളത് അരിഞ്ഞെടുക്കുക. ഞാൻ എന്താ ഇങ്ങനെയൊന്ന് അരിഞ്ഞിട്ട് അതിന് ശേഷം ഇതുപോലെ അരിഞ്ഞ ഇലകളെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് അടിപൊളി ഒരു തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇലവർഗ്ഗങ്ങൾ നമ്മൾ വെക്കുമ്പോൾ ഇത്രയും ടേസ്റ്റുള്ള മറ്റൊരു ഇലയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കുറച്ച് ജോലി നമുക്കുണ്ട്. അതായത് ചെറിയ ചെറിയ ഇലകളല്ലേ, ഇതൊക്കെ നുള്ളിയെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് താമസമാണ്, എങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയ കഷ്ണം. അപ്പോൾ ഈ ഇല വലിയ കാന്താരിയുടെ ഇലയാണ് കേട്ടോ, അതാണ് ഞാൻ കാണിക്കുന്നത്. ഇതാ വലിയ ഇലയാണ്, അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ആ ഇലയൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവോളയാണ്. അപ്പോൾ ഒരു ചെറിയ ഇതിൻ്റെ ഒരു കഷ്ണം അതിലെടുത്താൽ മതി, ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്, കാരണം നമുക്ക് കുറച്ച് അധികം ഉണ്ടല്ലോ കാന്താരി മുളകിൻ്റെ ഇല അരിഞ്ഞത്. ഇത് അരിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ഇലവർഗ്ഗങ്ങൾ ഏതരിയുമ്പോഴാണ് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കൂലേ. കയ്യിലും നമ്മൾ അരിയുന്ന അടുത്തതുപോലെ സവാള അരിയുമ്പോൾ അതിലും കത്തിയിലും ഒക്കെ ഉണ്ടാവില്ലേ. അതെനിക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം അത്ര ചെറുതായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലൊന്ന് റെഡിയാക്കി നല്ല ഇതുപോലെ ഇതേമാതിരിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. സവോള ഇങ്ങനെ അരിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകും കൂടി നമ്മൾ കട്ട് ചെയ്ത് ചേർക്കാം ഇതിനകത്ത്. അതും ചെറുതായിട്ടാണ് ഞാൻ അരിയുന്നത്. അപ്പം 2 എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ കാന്താരി മുളക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാന്താരി മുളകിൻ്റെ ഇലയും നല്ലതുപോലെയുണ്ട്. ഒരുപാട് വളങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇലകൾ ഇഷ്ടം പോലെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. കാന്താരി മുളകിൻ്റെ ഇല തോരൻ വെക്കണമെങ്കിൽ നമുക്ക് കുറച്ചധികം തന്നെ ഇല വേണം. അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് നല്ലൊരു ഹെൽത്തി തോരൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ കാന്താരി മുളക് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വലിയ കാന്താരി ഇത് അരിയാനായിട്ട് എളുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വലിയ കാന്താരി മുളക് എടുത്തത്. ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവ് വളരെ കുറവാണ് കേട്ടോ, ഒരുപാട് എരിവില്ല. പക്ഷേ നമ്മുടെ ഈ തോരനിൽ ഇത് കടിക്കുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു തോരൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ, ഒരു 2.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ അധികം എടുത്തിട്ടുണ്ട്, നമുക്ക് ഇല കുറച്ച് കൂടുതലുണ്ടല്ലോ. പിന്നെ കുറച്ച് കാന്താരി മുളക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എരിവ് കുറവുള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കുറച്ച് കാന്താരി മുളകും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 കഷ്ണം ചെറിയ ഉള്ളി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സാധാരണ തോരന് അരയ്ക്കുന്നത് പോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കാന്താരി മുളകിൻ്റെ ഇല തോരൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് അങ്ങനെ ആരും അത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, നമ്മുടെ ശരീരത്തിന് നല്ല ഗുണകരമാണ്. അപ്പം ദേ ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒരുപാട് തോരനിലൊക്കെ കിടക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ, ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെ. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കാന്താരി മുളകും സവോളയും ഇലയും എല്ലാം ഒരുമിച്ചാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇലകളൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഈ മഴ സമയം ആയതുകൊണ്ട് കാന്താരി മുളകിലൊക്കെ ഇഷ്ടം പോലെ തന്നെ ഇലകളുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു തവണയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇലയെന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊരു മൂത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഒന്ന് വാടി വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരുപാട് വേവൊന്നും ഉള്ള ഇലയല്ല, അതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മളിപ്പോൾ ചേർത്ത ഉപ്പുണ്ടല്ലോ, ആ ഉപ്പ് ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ കാന്താരി മുളകിൻ്റെ ഇല വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. കണ്ടോ, ഏകദേശം ഇപ്പോൾ ഇത് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഒന്നൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇങ്ങനെയുള്ള തോരനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കട്ടിയുള്ളൊരു പാനാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടാവും, അടിയിൽ പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്, 1 മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ തോരൻ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരച്ച് കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് ഒരല്പം കൂടുതൽ ഇതിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല അടിപൊളി തോരനായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും നമുക്കറിയാൻ പറ്റില്ല ഇതെന്ത് തോരനാണ്, കാന്താരി മുളകിൻ്റെ ഇലയാണ് തോരൻ വെച്ചതെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലുള്ളവർ പോലും അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഒരു തവണയെങ്കിലും നമ്മളൊന്ന് നോക്കുക. അതിൻ്റെ എല്ലാവരും മടുക്കുന്നൊരു കാരണം എനിക്ക് തോന്നുന്നു ഇല കുറച്ചധികം വേണമല്ലോ, പിന്നെ കുറച്ച് മെനക്കെട്ട ഒരു പണിയാണ്, ജോലിയുണ്ട് അരിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട്. എങ്കിലും നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അരപ്പും നമ്മുടെ ഇലകളും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിക്കോട്ടെ. ഇലയൊക്കെ വെന്ത് നല്ല കുഴഞ്ഞു പോയിട്ടുമില്ല, കുഴഞ്ഞു പോകാതെ നോക്കണം. ഒരുപാട് സമയം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും. നമ്മൾ ആദ്യമേ ഇത് സ്റ്റൗ ഓണാക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സമയം വെക്കരുത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കട്ടിയുള്ള ഒരു ഇലയല്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഇലയാണ്. അപ്പോൾ ഇതെല്ലാം ഇളക്കി നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായിട്ട് നമ്മുടെ ഇലകളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പാണ് നോക്കേണ്ടത്. ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കി. സത്യം പറഞ്ഞാൽ ഉപ്പ് നോക്കുന്ന സമയത്ത് ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്ര അടിപൊളി തോരനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പെല്ലാം ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നു. സ്റ്റൗവൊക്കെ ഓഫാക്കി. ഇനി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ചൂടോടെ തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.